ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കാം. വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മുട്ട സുർക്കയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. 1.5 കപ്പ് പച്ചരി ഉണ്ട്. അപ്പോൾ പച്ചരി ഞാൻ കഴുകി വെള്ളത്തിലിട്ടതാണ്. പിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പ് ചോറും കൂടെ ചേർത്തിട്ടുണ്ട്. ചോറ് നല്ല ചൂടുള്ള ചോറാട്ടോ. ചോറ് ഇപ്പോൾ വെന്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ഊറ്റിയിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് മുട്ട സുർക്കയാണെങ്കിലും ഇതിൽ സുർക്കയൊന്നും ഇല്ല കേട്ടോ, മുട്ട മാത്രമേ ഉള്ളൂ. പിന്നെ അധികം ആൾക്കാർ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ ആവും. ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഓവറായിട്ട് ചേർക്കേണ്ട, കുറച്ച് മതി. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാനത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പച്ചമുളക് അരിഞ്ഞതും ചേർത്തു. ഇനി വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അതേപോലെ തന്നെ കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. കറി ഇല്ലെങ്കിലും നമുക്ക് ചായൻ്റെ കൂടെ അങ്ങനെ കടിച്ചുകൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ നല്ലതാണ്. അങ്ങനെ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നെയ്യപ്പൊക്കെ ചുടുമ്പോൾ കണ്ടിട്ടില്ലേ, എണ്ണ ചൂടേറി കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ വക്കൊക്കെ ചുരുണ്ട് വരുന്നേ. അപ്പോൾ അതേപോലെ ആവട്ടോ ചിലപ്പോൾ. അപ്പോൾ ഞാനിത് അവിടെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഒരു തവി മാവായിക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് നെയ്യപ്പത്തിൻ്റെയൊക്കെ പോലെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇത് പൊങ്ങി വരാനും സോഫ്റ്റ് ആവാനും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഹെൽത്തി ആണെന്നൊന്നും പറയണില്ല, എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ ചെയ്യണത്. അപ്പം എണ്ണ പലഹാരമാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ കുടിക്കുകയൊന്നും ചെയ്യണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്ത ഓയിൽ തന്നെ അങ്ങനെ വറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. കുറച്ച് സമയം അടുപ്പത്ത് വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശം വേകൂല. നമ്മൾ ഇതിക്ക് മുട്ടയൊക്കെ ചേർത്തതുകൊണ്ടേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ഇതിൻ്റെ ആ ഒരു വക്കൊക്കെ കണ്ടോ, വക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഉള്ള നല്ല സോഫ്റ്റുമാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാട്ടോ ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഒരു 2-3 മക്കൾ കൊണ്ടുപോയി കഴിച്ചു. അപ്പോൾ 1.5 കപ്പ് വെച്ചിട്ട് നമുക്ക് 1.5 കപ്പ് പച്ചരി വെച്ചിട്ട് നമുക്കൊരു 9 പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഇതൊന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. നല്ല കനുണ്ട് കേട്ടോ. നമ്മൾ നല്ല കട്ടിയിലല്ലേ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് കൊണ്ടോട്ടിയിലാണ് കേട്ടോ ഞങ്ങളെ CLC റിവ്യൂ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ രാവിലെ നല്ല തിരക്കാണ്. മക്കൾക്ക് സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റും ചോറും കൂട്ടാനൊക്കെ ആവണ്ടേ. അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ കറിയൊന്നും ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയേക്കാരം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. കുട്ടികൾക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു, ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ സ്കൂൾക്കൊക്കെ പോകാനുള്ളവരൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് മീനുണ്ട്, ഇനി കുറച്ച് നേരേക്കണം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ചോറൊക്കെ കുറച്ച് നേരത്തെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ ഒന്ന് എണീറ്റിട്ടുണ്ടായിന്. അപ്പോൾ എണീറ്റ പാടന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് പിന്നെ നിസ്കരിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോയത്. അതുകൊണ്ട് ചോറ് വേഗം ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ആയി. അതേപോലെ തന്നെ മീൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഐസൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അയില കുട്ടികളാണ് കേട്ടോ മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ വേഗം പോയി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു.
അപ്പോൾ അതിങ്ങനെ വറ്റിച്ചെടുക്കട്ടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-3 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അധികം ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളാണല്ലേ വരുന്നത്, അല്ലെങ്കിൽ ബത്തൽ മീൻ, അല്ലെങ്കിൽ ഇതേപോലെ അയിലക്കുട്ടികൾ, അതൊക്കെയാണ് നമ്മളവിടെ വരുന്ന മീൻകാരുടെ കയ്യിലുള്ളത്. ഇത് എന്ന് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ, ഇന്നലെ മിഞ്ഞാന്നിട്ട് വാങ്ങിച്ചതാണ്. അപ്പം അന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേനി. പിന്നെ ഒക്കെ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തുക്കണ്, അതേപോലെ എരിവുള്ള മുളക് പൊടി എടുത്തുക്കണ്. എന്നിട്ട് അത് ഈ എണ്ണയ്ക്ക് ഇട്ടിട്ട് ഒന്നിതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിയരുത് കേട്ടോ, ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കണം. ഇനി നല്ല ചൂടുള്ള ചട്ടിയാണെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് എൻ്റെ അടുത്ത് പുളിൻ്റെ പൾപ്പാട്ടുള്ളത്, ഞാൻ പുളിൻ്റെ പൾപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ സുർക്കയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിൻ്റെ പൾപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനുണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മത്തിയും കൊണ്ട് ഇതിലേറെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേറെ ടേസ്റ്റാട്ടോ. ഈ ചെറിയ മീനുകൾ എളുപ്പം പൊടിയും. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റിവ്യൂ മീറ്റിങ്ങിന് പോകാണ്ട്, അപ്പോൾ എളുപ്പം കുക്കിംഗ് ഒക്കെ തീർക്കണം. അതേപോലെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനും ചോറും ഒക്കെ അതും റെഡിയാക്കണം. ചോറൊക്കെ ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു മീനും വേഗമാണ് വെച്ച് വെച്ചാൽ നമുക്ക് വൈകുന്നേരം എന്തായാലും ഞാൻ വരുമ്പം സമയം ഒരുപാടാവും. അപ്പോൾ ഇനി കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാകുമ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ചോറെങ്കിലും ഒരിക്കൽ എടുത്ത് കഴിക്കാമല്ലോ കൂട്ടാൻ ഉണ്ടാക്കിയാൽ. ചോറ് കഴിക്കാൻ മടിയാണ് സ്കൂളിട്ട് വരുന്ന സമയത്ത്, എന്നാലും ഞാൻ ഇല്ലെങ്കിലൊക്കെ ഒരു വിശക്കുമ്പോൾ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടപ്പെട്ടത് വേണം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തിന്നാതിരിക്കും. അപ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ. എന്തായാലും ഞാൻ വരുമ്പോഴത്തേന് കുറച്ച് സമയം വൈകും, കാരണം നമ്മളവിടുന്ന് കൊണ്ടോട്ടിക്കൊക്കെ നല്ല ദൂരമുണ്ട്. വന്നാൽ പിന്നെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാനുള്ള മൂഡും ഉണ്ടാവില്ല, കുഴക്കും ക്ഷീണോ ഒക്കെ ഉണ്ടാവും. ആദ്യമൊന്നും എനിക്ക് യാത്ര ചെയ്യാനേ കഴിയില്ലേന് കേട്ടോ. കുറച്ച് യാത്ര ചെയ്താൽ തന്നെ, ഇവിടുന്ന് നിലമ്പൂർക്കൊക്കെ യാത്ര ചെയ്താൽ തന്നെ ഞാൻ വരുമ്പോൾ തലവേദനയും കൊണ്ടാണ് വരിക. ഇപ്പം എനിക്ക് യാത്ര ചെയ്ത് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ബസ്സിലൊക്കെ കയറിയാലേ ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തേനി, ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മീനൊക്കെ ഞാൻ ദിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടായിനും, അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തും ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തു. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച്. അപ്പോൾ ഇത് ചോറിലൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു ഗ്രേവിയും അതേപോലെ തന്നെ ഒരു 2 മീനൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ പോവും. അങ്ങനെ നമ്മളെ മീനൊക്കെ റെഡിയായി. ഇനി മക്കൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനും വേഗം റെഡിയാക്കുകയാണ്. അപ്പോൾ അത് മുട്ട പൊരിച്ചാണ് കേട്ടോ. മഞ്ജുമോളാണ് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകുന്ന ആൾ. അപ്പോൾ അവൾക്ക് വേഗം ഞാനൊരു മുട്ട പൊരിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടിക്ക് ഉള്ളിയൊന്നും ഇടാൻ പാടില്ല കേട്ടോ, ഉള്ളിയോ മുളകോ ഒന്നും ഇടാൻ പാടില്ല. ഇങ്ങനെ വെറും മുട്ട പൊരിച്ചിട്ട് അങ്ങനെയാണ് ഓൾക്ക് ഇഷ്ടം. അപ്പോൾ ഓൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഞാൻ മുട്ട പൊരിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഒന്ന് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും ഞാൻ. അതും വേണ്ടാന്നൊക്കെ പറയും. ഞാൻ പറയും പിന്നെ എങ്ങനെ എന്തും കൂട്ടിയിട്ടാണ് പിന്നെ ചോറ് കഴിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ചേർക്കുന്നതാണ് കുറച്ച് മുളക് പൊടി. ഇതുപോലെ ഒന്നിങ്ങനെ തൂവി കൊടുക്കും. ഒരുപാടൊന്നുമില്ല, കുറച്ച് കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. കുറച്ച് തേങ്ങയൊക്കെ ചിരകിയാണ്ട് കുറച്ച് ചമ്മന്തി ഇതിൻ്റെ അടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഉൾക്കുള്ള കൂട്ടാൻ തന്നെയാണ് മുട്ട പൊരിച്ചതും തേങ്ങാ ചമ്മന്തി. പിന്നെ ഹൈഫക്കുട്ടി റിച്ചുമാണ് പിന്നെ പോവാനുള്ളത്. ഒരിക്കൽ രണ്ടാക്കും ചമ്മന്തി മതി, മുട്ട പൊരിച്ചൊന്നു തെരഞ്ഞമ്മച്ചി വേഗം പോവാൻ നോക്കിക്കോ പറഞ്ഞു. അപ്പം നമ്മളിവിടുന്ന് ഒരു 9 മണിക്ക് ബസ് ഉണ്ട് കേട്ടോ നിലമ്പൂരിക്ക്. അപ്പോൾ ഞാൻ ആ ഒരു ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം കുക്കിങ്ങൊക്കെ തീർത്തിന്. നമുക്ക് കുറച്ച് ക്ലീനിങ്ങും ഉണ്ട്. ക്ലീനിങ് പറഞ്ഞാൽ തുടക്കലൊന്നുമില്ല, എന്നാലും അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടണ്ടേ. അപ്പോൾ അങ്ങനെ വീട്ടുജോലിയും അതേപോലെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും പിന്നെ നമ്മളെ സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ വരുമ്പം അത് തുറന്നു കൊടുക്കാൻ അതിന് വേണം പോവുക. അങ്ങനെ ഒരുപാട് ബിസിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ലെങ്ത്തൊന്നും കൂടുതലൊന്നുമുള്ള വീഡിയോസൊന്നും ഇപ്പോൾ വരാത്തത്. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം കൂടി കഴിയട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം, HSOമാർക്ക് എത്തിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ കാറ്ററിങ്ങിന് ഓർഡർ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഏറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ മഞ്ജുമോൾക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ചോറ് കൂടാനും പാടില്ല കേട്ടോ, കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുവരും.
അപ്പോൾ ഞാൻ ആ ഒരു ഓള് തിന്നണത് എനിക്കറിയാലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചോറ് ഞാൻ ആക്കി കൊടുക്കലുള്ളൂ. പിന്നെ മുട്ട പൊരിച്ചതും ചമ്മന്തിയൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് സിമ്പിൾ കൂട്ടാനാണ് കേട്ടോ. ചമ്മന്തി ഉണ്ടാക്കാനും പണിയില്ല, മുട്ട പൊരിക്കാനും പണിയില്ലല്ലോ, പച്ചക്കറികളൊന്നും കട്ട് ചെയ്യാനും ഒന്നിനും നിൽക്കണ്ട, എളുപ്പമായും ചെയ്ത്. അങ്ങനെ ഓൾക്കുള്ള ചോറും പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ, അപ്പോൾ അതൊക്കെ വേഗം കഴുകി വെച്ച്, പിന്നെ അറിയാലോ നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പാത്രങ്ങളും കുപ്പികളും മുഴുവൻ ഉണ്ടാവും കൗണ്ടർ ടോപ്പുമ്പോൾ കൂടെ. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയിടണം. ഇങ്ങനെ രാവിലെ തിരക്കുള്ള ദിവസം അകം തുടക്കൂല, തലേ ദിവസമോ അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വന്നിട്ട് വൈകുന്നേരമോ എപ്പോഴെങ്കിലൊക്കെ ആയിട്ടാണ് കേട്ടോ തുടക്കൽ. പിന്നെ അകത്ത് അങ്ങനെ ഇപ്പോൾ വലിയ ചെളിയും കാര്യങ്ങളൊന്നുമില്ല, ഡെയിലി തുടക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ വേഗം കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് കേട്ടോ ഞങ്ങൾക്ക് സാലറി ഒക്കെ കിട്ടുന്ന ദിവസം. സാലറി കിട്ടുന്ന ദിവസം അല്ലെങ്കിൽ ഒരു സന്തോഷം തന്നെയാണ്. നമ്മൾ ഒരു മാസം അധ്വാനിച്ചതിനുള്ള ഫലം നമ്മളെ കയ്യിൽ കിട്ടുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതിൽ നിന്ന് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, നമ്മൾ ആവശ്യത്തിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അല്ലെങ്കിൽ ഞാനൊരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ, എനിക്കൊരു ജോലി വേണം, ചെറിയൊരു വരുമാനം, വലിയ വരുമാനത്തിനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടും എനിക്ക് അങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചെറിയൊരു വരുമാനം എനിക്ക് വേണമെന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടേനും. അപ്പോൾ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പം എന്തായാലും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലേനോ, അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് ഉണ്ട്, ഇങ്ങനെ ഹോം ഷോപ്പിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനും. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേഗം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ വേഗം പോയി കുളിച്ചിട്ട് റിവ്യൂ മീറ്റിങ്ങിന് പോരാട്ടോ ചെയ്തത്. പിന്നെ വീഡിയോ എടുക്കാൻ നിന്നാലേ സമയം പോണത് അറിയൂല, എനിക്ക് ബസ്സും കിട്ടൂല. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും നടക്കൂല. പിന്നെ മക്കളെ പറഞ്ഞയക്കാനും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരിക്കലുള്ളതൊക്കെ ഒരുക്കി വെച്ചാൽ പിന്നെ ഓരെന്നെ പോകട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഓരും തന്നെ നല്ല നല്ല ശീലങ്ങളൊക്കെ പഠിച്ചിക്കണ്. മറ്റേത് ആദ്യമൊക്കെ ഞാൻ ബാഗൊക്കെ ഇട്ട് കൊടുക്കണ്ടേനി. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ അവിടെ കൗണ്ടർ ടോപ്പുമ്പോൾ വെച്ചാൽ മതി, ഓലെടുത്ത് ഓലെ ബാഗിൽ കൊണ്ടുപോയിടും. അതേപോലെ ഫുഡൊക്കെ ഓൽക്ക് വേണ്ടത് ഒരു വിളമ്പി തിന്നും. അങ്ങനത്തെ നല്ല നല്ല ശീലങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചാണ്. ആ പാത്രങ്ങൾ കഴുകി വെക്കും. അങ്ങനെ റിവ്യൂ മീറ്റിങ്ങിന് ഇന്ന് കുറച്ച് വൈകിയാണ് എത്തിയത്, ബസ്സൊന്നും വിചാരിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കണ ടൈമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റിവ്യൂ മീറ്റിങ്ങിന് പോകണം. അന്ന് ഞങ്ങളെല്ലാവരും ഇതേപോലെ CLC-മാരും സാറുമാരും ഒക്കെ ഒരുമിച്ച് ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ റിവ്യൂ മീറ്റിംഗ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വീഡിയോ ഒക്കെ ചെയ്തതേന് നമ്മളെ വീട്ടിലേനിയല്ലോ റിവ്യൂ മീറ്റിംഗ് നടന്നേനിയത്. അപ്പോൾ ഇന്ന് ഞങ്ങളെ ഒരു CLC-ൻ്റെ റുബീനത്ത പറയും കൊണ്ടോട്ടി ബ്ലോക്കിലില്ല. അപ്പം ഇത്താൻ്റെ സ്റ്റോപ്പ് പോയിന്റിലേനി കേട്ടോ നമ്മൾക്ക് ഇന്ന് റിവ്യൂ മീറ്റിംഗ് നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് ഫുഡൊക്കെ. കുടുംബശ്രീ ഹോട്ടലാണ് കേട്ടോ അത്. അപ്പോൾ നല്ല അടിപൊളി വെറുചോറും അതിക്ക് സാമ്പാറും മീൻകറിയും പപ്പടവും പിന്നെ മീൻ ഫ്രൈ ചെയ്തതും അവിയലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, ഉപ്പേരികളും ഒക്കെ ആയിട്ട്. പിന്നെ അതേപോലെ നല്ല അടിപൊളി ഒരു അടപ്രഥമം പായസം ഉണ്ടായിന്. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലാക്കി. പിന്നെ വീണ്ടും മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 4 മണി വരെയാണ് കേട്ടോ മീറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ മീറ്റിംഗൊക്കെ കഴിഞ്ഞതാ ലാസ്റ്റ് ഞങ്ങൾക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ അക്കൗണ്ടൻറ്റ്. ഞങ്ങൾക്ക് സാലറി തരുന്നത് അക്കൗണ്ടൻ്റാണ്. 2 അക്കൗണ്ടൻറ്റുമാരാണ് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ളത്. ഇവരുടെ പേര് സുമയ്യ, പിന്നെ ഹബീബ പറഞ്ഞിട്ടുള്ള ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ സാലറി ഒക്കെ കിട്ടി സന്തോഷത്തോടെ റിവ്യൂ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്